പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരെ അഭിനന്ദിച്ച് നടൻ മോഹൻലാൽ. പാരമ്പര്യത്തിന്റെ ഭാഗം എന്ന നിലയിൽ മാത്രമല്ല നാം സിന്ദൂരം തൊടുന്നത്, നമ്മുടെ ഇളകാത്ത നിശ്ചയദാർഢ്യത്തിന്റെ മുദ്ര കൂടിയാണത്. വെല്ലുവിളി വരുമ്പോൾ നാം ഉയരും, എപ്പോഴത്തെക്കാളും കൂടുതലായിട്ട്, ഭയരഹിതമായും ശക്തമായും. ഇന്ത്യൻ ആർമിയിലെയും നേവിയിലെയും എയർഫോഴ്സിലെയും BSFിലെയും ഓരോ ധീര ഹൃദയങ്ങൾക്കും സല്യൂട്ട്. നിങ്ങളുടെ ധൈര്യത്തിന് ഞങ്ങളിൽ അഭിമാനം ഉണർത്തുന്നു. ജയ് ഹിന്ദ്. മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പാണിത്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ ഒരു ചിത്രീകരണം മോഹൻലാൽ ഫേസ്ബുക്ക് തന്റെ കവർ ഇമേജ് ആക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റിന് വലിയ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലും സ്ഥിതി ചെയ്യുന്ന നിരോധിത ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുള്ള മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര ആസ്ഥാനങ്ങൾക്ക് ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നീക്കം നടത്തിയത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗം അവസാനിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സുരക്ഷാ കാര്യങ്ങളിലെ പ്രത്യേക യോഗവും മന്ത്രിസഭാ യോഗവുമാണ് ദില്ലിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ രാവിലെ 11-ന് ആരംഭിച്ചത്. യോഗം 1.5 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അടങ്ങിയുള്ളവരാണ് നിർണായക യോഗത്തിൽ പങ്കെടുത്തത്. ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ മമ്മൂട്ടിയും ഇന്ത്യൻ സൈന്യത്തിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ച് നടൻ മമ്മൂട്ടി, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമി ഒപ്പമുണ്ട് എന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചു എന്നും മമ്മൂട്ടി കുറിച്ചു. നമ്മുടെ യഥാർത്ഥ ഹീറോകൾക്ക് സല്യൂട്ട് എന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ മമ്മൂട്ടി കുറിച്ചു. നമ്മുടെ യഥാർത്ഥ ഹീറോകൾക്ക് സല്യൂട്ട്. രാജ്യം ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യൻ ആർമി ഒപ്പമുണ്ടാകുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തെളിയിച്ചു. ജീവൻ രക്ഷിച്ചതിനും പ്രത്യക്ഷ പുനഃസ്ഥാപിച്ചതിനും നന്ദി. നിങ്ങൾ രാഷ്ട്രത്തിന് അഭിമാനകരമാണ്. ജയ് ഹിന്ദ്. മമ്മൂട്ടിയുടെ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് പുലർച്ചെ ആയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത്. കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ. ഫ്രാൻസ് നിർമ്മിത സ്കാൽപ്പ് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു. രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഈ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു. തുടർന്ന് 3 സൈന്യങ്ങൾക്കും ഈ വിവരം കൈമാറി. ശേഷമാണ് സൈനികർ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും. 9 കേന്ദ്രങ്ങളിലായി 9 മിസൈലുകളാണ് ഓരോ സമയവും ഇന്ത്യ വർഷിച്ചത്. ഇതോടെ കനത്ത ആഘാതമാണ് ഭീകരർക്കു നേരെ ഉണ്ടായത്.